ചേട്ടാ എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിലേ ചേട്ടൻ ഏതെങ്കിലും പോണെന്നേ ഞാൻ പറയുള്ളൂ. എന്നിട്ട് ചിറ്റപ്പം വെച്ച് നീട്ടിയ ജോലി സന്തോഷത്തോടെ സ്വീകരിക്കണം. ഇവിടെ ആരോ ഉള്ള ഞാൻ പോയി കഴിഞ്ഞാ ചേട്ടൻ ഞാൻ ഇല്ല ചേട്ടാ ഇവർക്ക് കാവലായിട്ട് ചേട്ടൻ തൈയിട്ട് കൊടുത്തു. കാവലൊക്കെ നീ ഒരു ഏഞ്ചിളാ മാലാക്കടെ? ഞാൻ ചിലപ്പോ മാലാകയുടെ ജോലി ചെയ്തിരിക്കും. ചേട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ 3 പെങ്ങന്മാർ കാലുണ്ട്, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ പോകില്ലടാ, ഈ കൊച്ചിയിൽ മണ്ണൂട്ടി ഞാൻ പോവില്ല. അങ്ങനെ എന്നാ പിന്നെ ഇവിടുന്ന് കുറച്ച് മണ്ണും മാറിക്കൊണ്ടു. ഇവിടെ കാക്കനാട് ഇൻഫോ പാർക്കിലായിട്ട് നിനക്ക് ഇങ്ങോട്ടൊന്നും വരാൻ സമയം കിട്ടണില്ല അല്ലേ? ഞാൻ എന്ത് ചെയ്യാനാണ്, ഓഫീസിൽ വർക്ക് കഴിയുമ്പോഴേക്കും വൈകുന്നേരം 6 മണിയാവും. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് ഡ്രൈവ് 1.5 മണിക്കൂറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എങ്ങനെ വരാനാ? ദിവസം അടിച്ചു കിട്ടി പോയാലേ സമാധാനം ആകുവോളാ. അപ്പൊ ഇവിടെ ഒരു വീടില്ല എനക്ക്. മക്കളും അമ്മ ചായ വരിക, ചായ കുടിക്കുക, പോവുക. ഇതൊന്നും ചായ എന്റെ വീട്ടിലെ കോഴിനെ പിടിച്ചോണ്ടാണ് നിങ്ങൾ കറി വെച്ച് കഴിച്ചു, അറിയോ? നല്ല കോഴിയൻ നീലു ആ പൈസ കൊടുത്തു. എത്ര കിലോക്ക് 100 രൂപ? എത്ര കിലോക്ക് 180 രൂപ. ബ്രോയിലർ കോഴി കിലോക്ക് 120 രൂപ. ഇത് 180 രൂപ വെച്ചാൽ ഞാൻ 180 രൂപ 2.5 കിലോ കൊടുത്തരാം. 2 കിലോ 3 കിലോ 3 കിലോ കോഴി. പപ്പും കൂടെ 1/2 കിലോ. പപ്പും കൂടെ പൈസ വേണോ? പപ്പും കൂടെയും പൈസ ചോദിക്കും ചിലപ്പോ. 3 കിലോയുടെ പൈസ എനിക്കല്ല. എന്റെ ദൈവമേ, ഇതറിയെങ്കിൽ 5-6 കിലോ കോഴി ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരുമായിരുന്നല്ലോ. നമ്മളെ കോഴി കച്ചവടം അവിടെ. ഈ പത്രത്തിൽ വായിക്കാറില്ലേ ഫോണ് കയ്യിൽ നിന്ന് പൊട്ടിത്തെറിക്കൊന്ന്? അത് ഇന്നലെ തന്നെ ചെമ്പൂക്കിന്ന് ഒരു ഏണ്ടായിരുന്നു ഫോൺ പൊട്ടിത്തെറിച്ച്. എന്താ ബോംബാണോ പൊട്ടിത്തെറിക്കാൻ? എന്റെ മാമി ചില ഫോൺ ബോബിനൊക്കെ ഹൈൽ എക്സ്പ്ലോസീവ് ആണെന്ന്. അത്രേ ഉള്ളൂ. പൊട്ടിത്തെറിച്ച് പണ്ടിറങ്ങുന്നു. അത്രേ ഉള്ളൂ.